ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി യഥാർത്ഥ വിശ്വാസികളായി മരണപ്പെടാൻ, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ബാബുർ റയ്യാനിലൂടെ നാളെ പരലോകത്ത് എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയ ബാബുർ റയ്യാൻ നമ്മുടെ സ്വർഗത്തിൻ്റെ കവാടമായി അള്ളാഹു മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നല്ല മരണങ്ങൾ, ചീത്ത മരണം, അതോടൊപ്പം തന്നെ മരിച്ച വ്യക്തിയോട് പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കണം എന്നത് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും അല്ലാത്തവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഫർളു കിഫായി ആണ്, അഥവാ സാമൂഹ്യ ബാധ്യതയാണ്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തോട് സമൂഹം കാണിക്കേണ്ടുന്ന ബാധ്യതകളിൽപ്പെട്ടതാണ്. കുടുംബക്കാരാകട്ടെ, അയൽവാസികളാകട്ടെ, ഒരു മരിച്ച മുസ്ലിം അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും അവരോട് കാണിക്കേണ്ടുന്ന മര്യാദകളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഫർള് കിഫായി എന്ന് പറയുന്നത് മയ്യത്ത് കുളിപ്പിക്കൽ. ഇനി കുളിപ്പിക്കേണ്ടതില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഷഹീദുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ കുളിപ്പിക്കാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുളിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാരാണ്? കാഫിറുകളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ തന്നെ ആ യുദ്ധത്തിൽ മരണപ്പെടുന്ന വ്യക്തി ആ യുദ്ധത്തിൽ തന്നെ മരണപ്പെടണം. ശത്രുവിന്റെ വാളിനാൽ അല്ലെങ്കിൽ ശത്രുവിന്റെ ആയുധത്താൽ മരണപ്പെടുന്ന ഒരു വ്യക്തി, അത് തന്നെ യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മരണപ്പെടണം. അവിടെ നിന്ന് രോഗിയായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലോ ചികിത്സയുടെ ഇടയിലോ മരണപ്പെട്ടാൽ അദ്ദേഹം ഷഹീദ് തന്നെയാണ്. പക്ഷേ ഷഹീദാണെങ്കിലും ഈ നിയമത്തിൽ നിന്ന് മാറിപ്പോയി. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുന്ന വ്യക്തികൾക്കാണ് ഈ പറയുന്ന പ്രത്യേകതയുള്ളത്. അവരെ കുളിപ്പിക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയും, അവർക്കുള്ള നമസ്കാരം ഒരു ഫറലായിട്ട് നമസ്കരിക്കേണ്ടതില്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പഠിപ്പിച്ചത്. അത് കാഫിറുകളുമായിട്ടുള്ള യുദ്ധത്തിലായിരിക്കണം. ആഭ്യന്തര കലാപങ്ങളിലോ മറ്റോ ആകാൻ പാടില്ല. മുസ്ലിങ്ങളുമായിട്ടുള്ളതാകാൻ പാടില്ല. രാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തിലാകാൻ പാടില്ല. മറിച്ച് അധികാര സ്ഥാപനത്തിനും മറ്റുമല്ല, ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ഗുണത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവ്, ഒരു ഇമാമിന്റെ നേതൃത്വത്തിലും ഇമാമിന്റെ കൽപ്പന പ്രകാരവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവ്, അദ്ദേഹം മരണപ്പെട്ടാലാണ് അദ്ദേഹം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്ത്രത്തിൽ തന്നെ അദ്ദേഹത്തെ കഫൻ ചെയ്യുന്നു. അദ്ദേഹത്തെ കുളിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള രക്തവും മറ്റുമൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ആ വസ്ത്രത്തിൽ തന്നെ അദ്ദേഹത്തെ കഫൻ ചെയ്യുന്നു. പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ചരിത്രം. അവർ രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ വസ്ത്രം ശരിക്കും അവരുടെ കഫൻ ആക്കാൻ മാത്രം, കഫൻ പുടവയാക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗം മറക്കുമ്പോൾ മറ്റൊരു ഭാഗം കാണും. തല മറച്ചാൽ കാല് കാണും, കാല് മറച്ചാൽ തല കാണും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ തല മറക്കുക, കാലിന്റെ ഭാഗത്ത് കുറച്ച് പുല്ല് വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണ്? അവരുടെ വസ്ത്രം കൊണ്ട് തന്നെ അവരെ കഫൻ ചെയ്യണം എന്നതുകൊണ്ടാണ്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്വഹാബികൾക്ക് ഒരു കഫൻ പുടവ അവർക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ല. മറിച്ച് ആ കഫൻ പുടവ അവരുടെ ജീവിതത്തിൽ അവർ
ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം തന്നെയായിരിക്കണം എന്നതാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ മയ്യത്തുകളും കുളിപ്പിക്കേണ്ടതുണ്ട്. അക്രമത്തിൽ കൊല്ലപ്പെട്ടതാണെങ്കിലും, അതേപോലെ തന്നെ സ്ത്രീകൾ ഗർഭത്തോടനുബന്ധിച്ച് മരണപ്പെട്ടതാണെങ്കിലും, പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെട്ടതാണെങ്കിലും, കെട്ടിടം തകർന്നതാണെങ്കിൽ, മുങ്ങി മരിച്ചതാണെങ്കിൽ, അതൊക്കെ ഷഹീദാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചതൊക്കെ ശരിക്കും ഷഹീദ് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലം അങ്ങനെ തന്നെയാണ്. എന്നാൽ അവർക്ക് ഇവിടെയുള്ള നിയമങ്ങളുടെ കാര്യങ്ങളിൽ, ദുനിയാവിൽ അവർക്കുള്ള നിയമങ്ങളുടെ കാര്യത്തിൽ, ഇവിടെ ശത്രുക്കളുമായുള്ള യുദ്ധക്കളത്തിൽ മരിക്കുന്ന അവരുടെ അതേ രൂപത്തിലല്ല, ഇവർ സാധാരണ മരിക്കുന്ന രൂപത്തിൽ മരണപ്പെട്ട വ്യക്തികളെ പോലെ തന്നെ അവരെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി കഫൻ ചെയ്ത് അവർക്ക് വേണ്ടി നമസ്കരിച്ച് അങ്ങനെ തന്നെയാണ് അവരെ മറമാടേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുറത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വല്ലൈതു വറാഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇംറഅത്തിൻ മാതത് ഫീ നിഫാസിഹാ ഫഖാമ അലൈഹാ വസതഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി നമസ്കരിച്ചു. അവർ ശരിക്കും ഷഹീദത്താണല്ലോ. അവർക്ക് വേണ്ടി നമസ്കരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ ഉഹ്ദൻ വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ. ഇവരെല്ലാവരും കൂടി ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി. നബിയും അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും ജമിഅ അവരൊക്കെ ഉഹദ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാണ്. ഫറജഫ ബിഹിം, ഉഹദ് ഒന്ന് കുലുങ്ങി ഇവരെല്ലാവരും കൂടി കയറിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് ഉഹ്ദു, ഉഹദ് നീ ഉറച്ചു നിൽക്കുക, കുലുങ്ങരുത്. ഫഇന്നമ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. ആരൊക്കെയാണ് നിന്റെ മുകളിൽ കയറി നിൽക്കുന്നതെന്ന് അറിയാമോ? ഇത് നബിയാണ്, സിദ്ദീഖാണ്, 2 ഷഹീദുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ 3 പേരുടെയും മരണം എങ്ങനെയായിരിക്കും എന്നുകൂടിയാണ് അറിയിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വാഭാവികമായ മരണമാണ് വരിച്ചത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അവർ 2 പേരും ശത്രുക്കളുടെ കുത്തേറ്റാണ് മരിക്കുന്നത്, പക്ഷേ യുദ്ധക്കളത്തിലല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സ്വഹാബത്ത് അവരെ കുളിപ്പിച്ചിട്ടുണ്ട്, കഫൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലമുണ്ടാകും എന്നാണ്. ഷഹീദിന്റെ പ്രതിഫലമുണ്ടാകും. അതുകൊണ്ട് ജനിക്കുന്ന സന്ദർഭത്തിൽ ജീവനുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ, ജനിക്കുന്ന സമയം 4 മാസം കഴിഞ്ഞിട്ട് ജനിച്ച ജീവനുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായും കുളിപ്പിക്കണമെന്നാണ്. അതിന് 4 മാസം തികഞ്ഞു പെറ്റ ഒരു ചാപ്പിള്ളയാണെങ്കിൽ വരെ ആ കുട്ടിയെ കുളിപ്പിക്കണം എന്ന് തന്നെയാണ്. ആ കുട്ടിയെ കുളിപ്പിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അതിനു മുമ്പ് പ്രസവിച്ച ഒരു കുട്ടിയാണെങ്കിൽ, 4 മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു കുട്ടിയാണ് എങ്കിൽ അവിടെ കുളിപ്പിക്കൽ നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളതെല്ലാം നിർബന്ധമായിട്ട് തന്നെ നമ്മൾ കുളിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില മയ്യത്തുകളെങ്കിലും അഴുകിപ്പോയിട്ടുണ്ടാകും. ഇപ്പോൾ ദിവസങ്ങളോളം കിണറിൽ കിടന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നിട്ട് അഴുകിപ്പോയ മയ്യത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അതേപോലെ തന്നെ പൊള്ളലേറ്റ് മരണപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ പൂർണ്ണമായും 100% പൊള്ളലേറ്റിട്ടൊക്കെ മരണപ്പെട്ട ആളുകൾ, അവരെയും നമുക്ക് സാധാരണ ഈ പറയുന്ന രൂപത്തിലൊന്നും കുളിപ്പിക്കാൻ കഴിയില്ലല്ലോ. എങ്കിലും ആ ശരീരത്തിൽ വെള്ളമൊഴിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, വെള്ളമൊഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ രൂപത്തിൽ അവരെ കുളിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ വെള്ളമൊഴിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് ഒപ്പിയെടുക്കേണ്ടതുണ്ട്. ഇനി അതിനും പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എങ്കിൽ, അതിനും പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട് എങ്കിൽ തയമ്മും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അതിനും പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് എങ്കിൽ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ചില ആളുകൾക്കെങ്കിലും മരണം സംഭവിച്ചത് ചില സംശയാസ്പദമായ രൂപത്തിലോ അല്ലെങ്കിൽ ആക്സിഡന്റിലോ ഒക്കെ ആണെങ്കിൽ അവരെ അവരുടെ
ബോഡി അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആയിരിക്കും നമുക്ക് വിട്ടുകിട്ടുന്നത്. അപ്പൊ അതും നമ്മൾ കുളിപ്പിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ചില ഭാഗങ്ങളൊക്കെ അവർ വെച്ച് കെട്ടിയിട്ടുണ്ടാകും. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൂടെ നനഞ്ഞ കൈകൊണ്ട് അതിന്റെ മുകളിലൂടെ ഒന്ന് തടവിയാൽ മതി. നമ്മൾ ഒതുവെടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുക. നമ്മൾ ഒതുവെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ, കാലിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ശരിക്ക് കഴുകും, എന്നിട്ട് നനഞ്ഞ കൈ കൊണ്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങോട്ട് തടവി എടുക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. ഇതേപോലെ തന്നെയാണ് അവരുടേതും ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇതിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എങ്കിൽ അത്തരം മയ്യത്തുകൾക്ക് വേണ്ടി തയമ്മും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. കുളിക്ക് പകരമായിക്കൊണ്ടുള്ള തയമ്മും എന്ന് പറഞ്ഞാലും വുളുവിന് പകരമായിക്കൊണ്ടുള്ള തയമ്മും ചെയ്യുക എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കൈ നിലത്തടിച്ച് പൊടിയുള്ള മണ്ണിലടിച്ച് മയ്യത്തിന്റെ മുഖവും അതേപോലെ തന്നെ മയ്യത്തിന്റെ മുൻ കൈകൾ അഥവാ ഈ കൈപ്പടം രണ്ട് ഭാഗവും, ഉൾഭാഗവും അതേപോലെ തന്നെ പുറം ഭാഗവും രണ്ടും തടവി കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇൻഷാ അല്ലാ കുളിയുടെ രൂപവുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒരു ആത്മധൈര്യത്തോടു കൂടി നമുക്ക് ചെയ്യാനും സാധിക്കേണ്ടതുണ്ട്. കുളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ നിർബന്ധമായ കുളി കുളിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഇതും ഒരു നിർബന്ധമായ കുളിയാണ്. നിർബന്ധമായ കുളി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തുക എന്നതാണ് അതിന്റെ നിർബന്ധം. മയ്യത്ത് കുളിപ്പിക്കുകയാണ് എങ്കിലും നിർബന്ധമായിട്ടുള്ളത് മയ്യത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ചേരുക എന്നതാണ്. അത് മയ്യത്തിന്റെ ശരീരത്തിൽ മുഴുവൻ വെള്ളമാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളിപ്പിക്കൽ തെറ്റിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നമുക്കൊരു പേടി, അങ്ങനത്തെ ഒരു പേടി ഉണ്ടാകേണ്ടതില്ല. ആ പേടി നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ കുളിപ്പിക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇടപെടാൻ നമുക്ക് ധൈര്യമാണ് ഉണ്ടാകേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.